രാവിലെ മുതൽ ഉച്ച വരെ എന്തൊക്കെ കഴിച്ചു നോക്കാം. രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാട്ടോ തുടങ്ങുന്നത്. ദേവൂസിനാണെങ്കിൽ ഒരു ഗ്ലാസ് ബൂസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ദേവൂസിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാട്ടോ. ദേവൂസിന് മീൻചാറ് വേണ്ടാന്ന് പറഞ്ഞു. പുട്ടും മീൻചാറായിരുന്നു. അപ്പോൾ മീൻ കഷ്ണം കൂട്ടിയാട്ടോ അവൻ കൊടുക്കണം. ഞാൻ പുട്ടും മീൻചാറുമാണ്. എനിക്ക് പറയാനൊരു കഷ്ണം കിട്ടിയുള്ളൂ. പിന്നെ ഈ മീൻ കറിയിലെ കുടംപുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനതിങ്ങനെ കഴിക്കും, വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പഴുത്തതും കഴിക്കും കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് നമ്മൾ മീനായിട്ട് എടുക്കണേ, പൊരിക്കാന്നായിട്ട് വിചാരിക്കണേ. കാരണം ഇന്നലെ മീൻകറി ആയിരുന്നു. അപ്പൊ പിന്നെ ഇന്ന് പൊരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത് കഴുകിയിട്ട് ഉപ്പിട്ടൊന്ന് തിരുമ്മി കഴുകിയിട്ട് പിന്നെ പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. പൊടികളൊക്കെ ഒന്ന് തിരുമ്മി വെക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി അത് മാത്രമായിട്ട് എടുക്കണുള്ളൂ. പിന്നെ ഉപ്പിടൂല്ലോ നമ്മൾ. അപ്പൊ ഞാൻ എല്ലാത്തുമേ നന്നായിട്ട് തിരുമ്മി വെച്ചു. അപ്പൊ ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ വാളംപുളി തിരുമുന്നത്. ഒരു തമിഴരാണ് അവര് ചെയ്യണത് കേട്ടോ. വാളംപുളി ഇങ്ങനെ തേച്ച് വെക്കണത്. അപ്പൊ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനും അത് തേച്ച് വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം അധികമായി പോയി, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴമ്പ് രൂപം തന്നെ കിട്ടി. പിന്നെ നേരെ പൊരിക്കാനിട്ടുകൊണ്ട് ഞാൻ പോയി ഒന്ന് മേലെഴുവാനുണ്ടെന്ന്. തല എഴുതുന്നില്ല, കാരണം എനിക്ക് ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ മീൻ പൊരിക്കാനിട്ടുകൊണ്ട് പോയി. കുറച്ച് പാത്രങ്ങളും കഴുകാനുണ്ടായി. അത് കഴുകിയിട്ട് പോയി മേലെഴുവിയിട്ട് വന്നിട്ടാ. മേലെഴുവി വന്നിട്ട് ഇപ്പോഴത്തേക്കും ഒരു വശം മുരിഞ്ഞുണ്ടായി. പിന്നെ അത് ഞാൻ മറിച്ചിട്ട്. അപ്പോഴത്തേക്കും ദേവൂസിന് ഫുഡ് ആ മഞ്ജു എനിക്ക് മീനിന്റെ മണം വരണ്ടെന്നും പറഞ്ഞ് തുടങ്ങിയിട്ടാ. പിന്നെ ത്രിലോകിന് ഫുഡ് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ഇന്നലത്തെ മത്തങ്ങക്കറി കുറച്ച് ബാക്കിയൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട്. എൻ്റെ ദൈവമേ, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു മത്തങ്ങക്കറി എന്ന് പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ വായിൽ വെള്ളം വരെ ഇപ്പം തന്നെ മത്തങ്ങക്കറിയുടെ കാര്യം പറയുമ്പോൾ. പിന്നെ അതേ മത്തങ്ങക്കറി മീൻ പൊരിച്ച് ഞാൻ തലയായിട്ട് എടുത്തത്. മീൻ പൊരിച്ചതും കൂട്ടി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.